നിങ്ങൾ ഒരാളായിട്ടാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, കുട്ടികളെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മളിന്ന് ആചരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇവിടെ പ്രൈവറ്റ് കൊണ്ട് ചിൽഡ്രൻസ് ഡേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ ആശംസകൾ. നിങ്ങളെല്ലാം രാവിലെ തൊട്ട് ടയർഡാണെന്ന് എനിക്കറിയാം, ഞാൻ വീട്ടിൽ പറയുന്നില്ല. അപ്പം നല്ല കുട്ടികളായിട്ട് വളരുക, പഠിക്കുക, കളിക്കുക. കളിക്കണ്ടേ? സൗണ്ട് ഇല്ലല്ലോ. കളിക്കണ്ടേ? അപ്പൊ നല്ലപോലെ കളിക്കുക. എല്ലാം ഉണ്ട് എന്ന രീതിയിൽ ഈ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടുക്കുവാൻ അദ്ദേഹം കൊടുത്ത നേതൃത്വം. അതിനുശേഷം ഈ വന്ന വൈദിക ശ്രേഷ്ഠരും ഇന്ന് അതേ പാതയിൽ പോകുന്നത് കാണുമ്പോൾ അതിയായ സന്തോഷം. നിങ്ങൾ അതേ മാതൃക കണ്ടെത്തി മറ്റുള്ളവരെ സഹായിക്കുവാൻ എന്റെ പിതാവും ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് സൂചിപ്പിച്ചതൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അത് മാത്രമല്ല. ശിശുദിനത്തിൽ നമ്മൾ ഓർക്കുന്നത് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം 19 വർഷമാണ് ജയിലിൽ കഴിഞ്ഞത്. 19 വർഷം ഈ രാജ്യത്തിന് വേണ്ടി. അതിനുശേഷം പ്രധാനമന്ത്രിയായി 17 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ 15 വർഷക്കാലം നമ്മുടെ രാജ്യത്തെ നയിച്ചു. പക്ഷെ സാക്രിഫൈസ് ചെയ്തു. അപ്പോൾ സാക്രിഫൈസ് എത്രയുണ്ടോ അത്രയും ഉയർച്ച അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് 19 വർഷം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റി വെക്കേണ്ടി, ജയിലിൽ കിടക്കേണ്ടി. 19 അതിലൂടെ വർഷം സമരങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ചു. Something which God has given to us. That's why we call God's own country. God has given so much of rivers, so much of mountains, so much of places of tourism. We have to develop that. Since the roads are bad, we need connectivity. Since connectivity is not there, seaplane is one option. My father introduced it in 2013, which couldn't take off. Now the government has brought that idea back. Very good. I appreciate it. I welcome it. So that tourists should be able to travel. So even today, when I was coming, I am delayed because of the roads. I am never of the place, but it's a reality. When you reach that point, don't forget the place which helped you to do that. That would be my main message. So that is one thing I missed in this 1 year. But everything is, I believe, God's plan. Let it happen.